എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് യേശുക്രിസ്തു ഇന്ന് പലരോടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ കിടക്കകൾ നിങ്ങളുടെ പ്രാരാബ്ദങ്ങളായിരിക്കാം, നിങ്ങൾക്ക് വന്ന നഷ്ടങ്ങളായിരിക്കാം, നിങ്ങളുടെ ഹാർട്ട് ബ്രേക്സ് ആയിരിക്കാം, രോഗങ്ങളായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ ഒരിക്കലും മാറത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന വൻമലകളും മതിലുകളുമായിരിക്കും. മോഷ്ടിക്കാനും അറുപ്പാനും കൊല്ലാനും വരുന്ന സാത്താൻ തരുന്ന ഇത്തരം കിടക്കകൾ യേശു തന്ന ക്രൂശാന്നും പറഞ്ഞ് തോളിലേറ്റി പലരും ഇന്ന് ആ കഷ്ടങ്ങളിൽ കൂടിയൊക്കെ നടക്കുന്ന വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് പലയിടത്തും കാണുന്നത്. ക്യാൻസറുകളും ഡയാലിസിസുകളും വേദനകളുമല്ല ദൈവം തന്ന ക്രൂശ്. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ തന്നെ വാക്കുകളാണ്. ആ കഷ്ടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സെൻറ്റൻസ് അവിടെ നിർത്തിയില്ല. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഈ ലോകത്തിലുള്ളവൻ ആരാണ്? സാത്താൻ. സാത്താന് ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. 1 യോഹന്നാൻ 4:4 എഴുതിയിരിക്കുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു മരിക്കുന്നു. അവരെന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ളവരെ, സാത്താനെ അവൻ്റെ സൈന്യങ്ങളെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ക്രിസ്തു ജയിച്ചതോടുകൂടി നിങ്ങളും ജയം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണല്ലോ. He who is in you is greater than he who is in this world, and you have overcome the world. Please understand this. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രതിസന്ധികളും സാത്താൻ തന്നിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കി യഹോവയിൽ വിശ്വാസം അർപ്പിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കുക. വലിയ വിശ്വാസം കാഴ്ചവെക്കുക. നമ്മുടെ ഉള്ളിൽ വിശ്വാസം വരുന്നത് വചനങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ടല്ല, ഇതിലുള്ള തത്വങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ, ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ്. റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് is the key for great faith. Have great faith and fall in love with this word of God and fall in love with Jesus.